ചാർമിനാറിന് മേളിൽ കുറേ ആൾക്കാരുണ്ട്. അതെല്ലാം ഭയങ്കര തിരക്കാണ്. ഭയങ്കര തിരക്ക്. നടക്കാൻ പറ്റില്ല. ഭയങ്കര ആളെ കൊണ്ട് തെറ്റി നടക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ചാർമിനാറിൽ നിന്ന് നേരെ ബസ് പോകണം. അപ്പം നമ്മൾ ചാർമിനാറിൻ്റെ ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ടെർമിനാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടെർമിനാർ ഫുള്ള് തുണിക്കടയാണല്ലോ ഇവിടെ. ഫുള്ള് തുണിക്കടയാണെന്ന് തോന്നുന്നു. ഭയങ്കര തിരക്കാണല്ലോ. ഇവിടെ ഫുള്ള് ഡ്രസ്സും അങ്ങനെയുള്ള കാര്യങ്ങളാണ് മൊത്തം. 50 രൂപ, 60 രൂപ, 100 രൂപ ഒക്കെ സാധനം. ചാർമിനാറിന്റെ ഔട്ട് സൈഡിലുള്ള ദൃശ്യങ്ങളാണ് ഇതാണ്. ചാർമിനാറിന്റെ ഔട്ട് സൈഡില് ഏകദേശം ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഷോപ്സിൽ കുറഞ്ഞ റേറ്റിൽ വന്നിരിക്കണം. അതിനകത്ത് കുറെ ആൾക്കാർ കയറി നിൽപ്പുണ്ട്. അവിടെ കയറാൻ പറ്റുമെന്ന് അറിയില്ല. കയറാൻ പറ്റുവാണെങ്കിൽ നമുക്ക് പൈസ. അപ്പൊ നമ്മള് ടെർമിനാറിന്റെ അടുത്ത് വന്നിരിക്കുകയാണ് നമ്മള്. പകല് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നൈറ്റ് ടൈമിലാണ് വന്നിരിക്കുന്നത്. നൈറ്റ് ടൈമിൽ വന്നപ്പം അതിന്റെ ലൈറ്റിങ്സ് ഒക്കെ നൈറ്റിൽ നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഒന്നും ക്ലിയറിറ്റി ആയിട്ട് കാണാൻ പറ്റും. ഇന്ന് വന്ന സമയത്ത് മഴയാണ്, ഭയങ്കര മഴയാണ്. ടിക്കറ്റ് ഒക്കെ ഉള്ള ടിക്കറ്റിന്റെ ടൈമിങ് കഴിഞ്ഞിട്ടുണ്ടാവും. ട്രെയിനിലെല്ലാം കയറാൻ പറ്റില്ല. ഭയങ്കര സംഭവം തന്നെ കേട്ടോ. ഇതിനകത്ത് ഉള്ളിലോട്ട് എൻട്രി ടിക്കറ്റ് ആ ഫ്രണ്ടിൽ ചെല്ലണം ഇല്ല, സ്റ്റോപ്പാക്കി. ഇവിടെ ഒരു അമ്പലമുണ്ട് ഗൈസ്. അത് ഒരു ചെറിയ ടെമ്പിള് അവിടെ വെച്ചിട്ടുണ്ട്. ടെമ്പിൾ എന്തിൻ്റെയാണെന്ന് അറിയത്തില്ല. മണി വരെ ഉണ്ട്. 5 മണിയാകുമ്പോൾ ക്ലോസ് ആയി. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. ബാക്കിയുള്ള നമുക്ക് ചാർമിനാർ കണ്ടിട്ട് പറയാം. ഹായ്, ഇത് ഇവിടുന്ന് നേരെ കുട്ട
റെനിഗുണ്ട മുട്ട നമ്മൾ ശംഷാബാദിലാണ് ഞാൻ മുമ്പ് എടുത്തേക്കുന്നത്. മുട്ട സൈഡിലൂടെ നമുക്ക് എനിക്ക് ആകെയുള്ള പ്രശ്നം കൊണ്ട് ചാർമിനാർ കയറാൻ പറ്റില്ല. അങ്ങനെ ഒരു സങ്കടമുണ്ട്, ചാർമിനാറിൽ കയറാൻ പറ്റില്ല. അടുത്ത പ്രാവശ്യം നമ്മൾ വരുന്നത് എന്തായാലും ചാർമിനാറിൽ കയറുന്നതായിരിക്കും. ഇതിൻ്റെ ഹിസ്റ്ററിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അറിയാമെങ്കിൽ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുക. ഹിസ്റ്ററിക്കലായിട്ട് ഇതിൻ്റെ സ്റ്റാച്യു എൻട്രി ടൈം ക്ലോസ് ആയതാണ്. ഷോപ്പിംഗ് ഏരിയ ഒരുപാടുണ്ട്. ഷോപ്പിംഗ് ചാർമിനാറിൻ്റെ ഷോപ്പിംഗ് ഏരിയ ഒരുപാടുണ്ട്. വരുന്നവർക്ക് നല്ല ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല ഷോപ്സ് ഉണ്ട് ഗൈസ്. നമ്മളപ്പം ചാർമിനാറിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഈ സൈഡിലോട്ട് പോകുന്നു. ഇവിടുന്ന് പോയി നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയുന്ന കാര്യമാണ് നമ്മളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മളെന്ന് പറയുമ്പോൾ കൂടുതൽ ആരാളുള്ളത് തെറ്റിദ്ധരിക്കരുത്. കൂടുതൽ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളത്. അപ്പോൾ നിങ്ങൾ ഹൈദരാബാദ് വരാണെങ്കിൽ തീർച്ചയായിട്ടും ചാർമിനാർ വിസിറ്റ് ചെയ്യണം. ചാർമിനാറിൽ അതുപോലെ തന്നെ ഷോപ്പിങ്ങിന്റെ ഒരു തരംഗം തന്നെ ചാർമിനാറിന്റെ സൈഡിൽ. നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഷോപ്പിംഗ് ഏരിയയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് ചാർമിനാർ. നമുക്കിത് കാണാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ വരുന്ന ആൾക്കാർ എന്തായാലും വന്ന് ചാർമിനാർ വിസിറ്റ് ചെയ്യുക, ഷോപ്പിംഗ് ചെയ്യുക. ഷോപ്പിങ്ങിനാണെങ്കിൽ ഒരുപാട് അടിപൊളി സ്ഥലങ്ങൾ, അടിപൊളി ഷോപ്പിംഗ് സാധനങ്ങൾ, ഡ്രസ്സ്, വീട്ടിലോട്ടുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ചാർമിനാറിൽ വന്നാൽ കിട്ടും. നിങ്ങൾ ഹൈദരാബാദ് വരുവാണെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യാം, മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് ഗൈസ് ചാർമിനാർ. ഓക്കെ, സമയം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ കയറാനുള്ള ഇത് കിട്ടുന്നില്ല, പെർമിഷൻ കിട്ടുന്നില്ല. അപ്പം ഞാനവിടുന്ന് തിരിക്കുമായിരുന്നു. മഴയും പെയ്യുന്നുണ്ട്, നല്ല മഴയും നല്ല ഇതുമായിട്ട് ഭയങ്കര രസം. ഇന്ന് നോർമൽ ഡേ വ്യാഴാഴ്ച നോർമൽ ഡേ ആണ്. അപ്പം നാളെ പള്ളിയെല്ലാം കഴിയുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ കയറി വരും. അതുകൊണ്ട് ഈ ഏരിയയിൽ ഫുള്ള് ഷോപ്പിംഗ് ഏരിയ ആണെന്ന് തോന്നുന്നു. ഈ സൈഡ് ഫുള്ള് ഷോപ്പിംഗ് ഏരിയ ആണ്. ഇവിടെ ഗോൾഡിൻ്റെ ഏരിയ ഗോൾഡ്. നമ്മളിപ്പോൾ ആ ഏരിയ മാർക്കറ്റിൽ നിന്ന് അവിടെ നിന്നാണ്. മുമ്പോട്ട് കയറി എവിടെയും നല്ല ഷോപ്പിംഗ് ഏരിയ ആണ്. ഇവിടെ മൊത്തം ഷോപ്പിങ്ങിൻ്റെ ഏരിയ ഫുള്ള്. ഈ സൈഡ് ഫുള്ള് ഷോപ്പിംഗ് ആണ്. ചുരിദാർ, പെണ്ണുങ്ങളുടെ നൈറ്റി, ചുരിദാർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം. എനിക്ക് വേണ്ട, ഞാൻ മേടിക്കുന്നൊന്നുമില്ല. കാര്യം നമുക്ക് കറങ്ങി പോകാനുള്ള പരിപാടി, കറങ്ങുക, കാണുക, പോവുക. ബാക്ക് സൈഡ് ചാർമിനാർ കാണാം. ബാക്ക് സൈഡിൽ ചാർമിനാറിന് നമ്മളിവിടുന്ന് പോകുന്നു.
ചാർമിനാറിൽ നിന്ന് പോകുന്നു. നമ്മൾ മുമ്പോട്ട് കയറി എവിടെ നിന്നുള്ള ഷോപ്പിംഗ് ഏരിയ ആണ്. ഇവിടെ മൊത്തം ഷോപ്പിങ്ങിൻ്റെ ഏരിയ ഫുള്ള്. ഈ സൈഡ് ഫുള്ള് ഷോപ്പിംഗ് ആണ്. ചുരിദാർ, പെണ്ണുങ്ങളുടെ നൈറ്റി, ചുരിദാർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം. എനിക്ക് വേണ്ട, ഞാൻ മേടിക്കുന്നൊന്നുമില്ല. പരിപാടി കറങ്ങുക, കാണുക, പോവുക. ഒരുപാട് ഷോപ്പാണ് വിസിറ്റ് ചെയ്യുക. ഹലോ. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈദരാബാദ് ആരെങ്കിലും എന്തെങ്കിലും വരുവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ചാർമിനാർ വിസിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വിചാരിക്കും ചാർമിനാർ വന്നു കഴിഞ്ഞാൽ ചാർമിനാർ മാത്രമേ ഉള്ളൂ. പക്ഷേ ചാർമിനാറിൽ വന്നു കഴിഞ്ഞാൽ ചാർമിനാറിൻ്റെ 2 സൈഡിലെ ഗേറ്റിലും റോഡ് ഫുള്ള് ഷോപ്പിംഗ് മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് ചാർമിനാറും കാണാൻ പറ്റും, ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും. ലേഡീസിനാണ് ഏറ്റവും കൂടുതൽ വരാൻ പറ്റുന്ന സ്ഥലം. ലേഡീസിൻ്റെ സാധനമാണ് മൊത്തം ഇവിടെ സെയിലിട്ടേക്കുന്നത്. ഫുള്ള് ലേഡീസ്. ഞാൻ ജെൻസിൻ്റെ സാധനമായിട്ടൊന്നും കണ്ടിട്ടില്ല. ജെൻസിൻ്റെ സാധനമായിട്ട് ഒരു സാധനം ഞാൻ എത്ര നേരമായിട്ടും കണ്ടിട്ടില്ല. ഫുള്ള് ലേഡീസ് ഐറ്റംസ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ബാഗ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മേടിച്ച് നമ്മുടെ ഒരു കുട്ടി ബാഗായിരിക്കും. ആ കുട്ടി ബാഗിനകത്ത് കൊണ്ടുപോകാനുള്ള സെറ്റപ്പില്ല. അതാണ് നമ്മൾ കൊണ്ടുപോകാൻ. അപ്പം ഹൈദരാബാദിലാണ് ഗൈസ്. നമ്മുടെ ചാർമിനാർ വന്നിട്ട് നിങ്ങളൊന്ന് അടിച്ച് പൊളിക്കുക. എനിക്ക് പൊളിക്കാൻ പറ്റത്തില്ല. ഞാനിവിടെ ഓൾറെഡി വന്നിട്ട് നേരത്തെ പോയിട്ട് രാത്രി വന്നിട്ട് പോയതാണ്. ഇപ്പം നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് വന്നപ്പോൾ 5 മണിയാകുമ്പോൾ അവിടെ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ കയറാതെ പോവാണ് ഗൈസ്. ഓക്കെ, ബൈ.